പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകള് അല്ലെ മകളുടെ കല്യാണമായിട്ടാണ് ഇന്ന് നമ്മളെ വീഡിയോ ഉള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ഫംഗ്ഷനും അതുപോലെ ആശിക ഇപ്പോൾ ടീച്ചർ നമ്മളെ ഇവിടെ വന്നിട്ട് ഇപ്പൊ എങ്ങനെ ഏകദേശം 39 വർഷമായി നമ്മുടെ കരുവാരക്കുണ്ടിൽ സ്ഥിര താമസാക്കിയിട്ട് 39 വർഷം. അതായത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മുഴുവൻ, അതായത് കരുവാരക്കുണ്ട്, അതേപോലെ തന്നെ നെല്ലിക്കുത്ത് സ്കൂളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു ടീച്ചറെ. അങ്ങനെ അവസാനം ടീച്ചർ എന്താണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ടാണ് റിട്ടയർഡ് ആണ്. സത്യത്തിൽ ഞാനൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഒരു പൊതുരംഗത്തേക്കുന്ന ആൾക്കാരാകുമ്പോഴേ ടീച്ചറെ ലൈഫ് എന്ന് പറഞ്ഞാൽ ലക്കി ലൈഫാണ്. അതായത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ട് റിട്ടയർഡ് ആയി നേരെ അടുത്ത വർഷം, അതായത് നേരെ അടുത്ത കാൽവെപ്പ് എന്താണ് കരുവാരക്കുണ്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ്. അതായത് പിന്നീട് വീണ്ടും ഒരു പൊതുമണ്ഡലത്തേക്ക് വരിക ടീച്ചർ. ടീച്ചർ ഇഞ്ഞ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ, നമ്മളെ ഹൈസ്കൂളിൽ. നമ്മളെ ഏകദേശം നമ്മളെ ഫംഗ്ഷന് നമ്മുടെ 28-ാം തീയതി ഇപ്പൊ അവിടെ നിന്ന് കല്യാണം നടന്നത് 28-ാം തീയതി. അപ്പൊ അന്ന് ടീച്ചറുടെ നാടായതുകൊണ്ട് തന്നെ അവിടെ ആയിരുന്നു കല്യാണം, വിവാഹ വേള നടന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ കരുവാരക്കുണ്ടിലെ എല്ലാ ടീച്ചർമാരും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ഉൾപ്പെടുത്തിങ്ങാണ്ട് ഇന്ന് ഇവിടെ ഒരു സദ്യ ഫംഗ്ഷൻ ഒരുക്കിക്കാണ്. അപ്പൊ അതിൽ ഒരുപാട് ആളുകളുണ്ട്. അതിലിപ്പോ നമ്മളെ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫൊക്കെ അതിന് ആശംസ പറയണ്ടേ. അതുപോലെ തന്നെ ടീച്ചറെ ഹസ്ബൻഡ് എന്താ പേര്? സുരേഷ് ഏട്ടൻ റബ്ബർ ബോർഡിൽ നിന്ന് റിട്ടയർ ആയതാണ്. അപ്പൊ സുരേഷ് ബാബുട്ടൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് പുതിയണ്ണും പുതിയാപ്പിളിയും ഒക്കെ ആയിട്ട്, അതിലുപരി ആലപ്പുഴത്തെ ഒരു നല്ലൊരു മ്യൂസിക് അല്ലെ, അടിപൊളി ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വലിയ പ്രത്യേകത എന്താ വെച്ചാല് ഒരു വിദ്യാർത്ഥികൾക്ക് മൊത്തത്തില് നമ്മളൊക്കെ ഇപ്പൊ നിങ്ങളൊക്കെ സ്കൂൾ പഠിച്ചു, നമ്മളൊക്കെ പഴയ അധ്യാപകരെ കാണാൻ പറ്റിയ ഇതിലേറെ നല്ലൊരു വേദി നമുക്ക് കിട്ടിയില്ല അല്ലെ. ഇപ്പൊ നേരെ നമ്മളെ ബയോളജിന്റെ മാഷ്, ഏതാ മൂപ്പരെ പേരേക്ക്, നമ്മളെ ബയോളജിന്റെ മാഷ് നേരെ കണ്ട് മെയിൻറ്റി ഉള്ള നമ്മള് മെയിൻറ്റി ആയിട്ടല്ല കണ്ടിട്ടുണ്ടായില്ല നമ്മളെ പൗലോസ് മാഷ്. അങ്ങനെ നമ്മളെ പഴയ അധ്യാപകരൊക്കെ നമുക്ക് വളരെ എളുപ്പം ഇത്ര ഒരു വേദി അധ്യാപകരെ കാണാൻ പറ്റിയ വേദി കിട്ടിയിട്ടില്ല. ഏതായാലും എന്തിനാ പറയണേ, പഠിപ്പിച്ച കുട്ടികള് അതുപോലെ തന്നെ സഹപ്രവർത്തകര്, ടീച്ചർമാരായ സഹപ്രവർത്തകരൊക്കെ വന്ന് നല്ലൊരു ചടങ്ങാണ്. നമുക്കതിന്റെ ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഞങ്ങളുടെ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞങ്ങളുടെ മകൾ ശ്രീകുട്ടിയും
അവിനാശമായിട്ടുള്ള വിവാഹത്തിന്റെ റിസപ്ഷനാണ് ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി സംഗീതം ആസ്വദിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന സംഗീത വിരുദ്ധാണ് ലാൽജി എന്ന മഹാനായ കലാകാരൻ, ഒരു സംഗീത അധ്യാപകൻ, ഫ്ലൂട്ടിലും സാക്സോഫോണിലും സുന്ദരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഗാനാസ്വാദകരെ മുഴുവൻ കയ്യിലെടുക്കുന്ന ഒരു നല്ല കലാകാരനെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്, അതിയായ അഭിമാനമുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ചേർത്തല സ്വദേശിയാണ്. മോഡൽ വിവാഹത്തിന് ഞങ്ങളുടെ നാട്ടിൽ പ്രോഗ്രാം അവതരിപ്പിച്ചാണ്. അന്ന് തന്നെ ഞാൻ മനസ്സിൽ ധരിച്ചാണ് നമ്മുടെ കരുവാരക്കുണ്ടിലെ സംഗീതാസ്വാദക മുമ്പിൽ അദ്ദേഹത്തിന്റെ കഴിവ് പ്രദർശിപ്പിക്കുന്നത്. അതിനൊരു അവസരം തന്ന ശ്രീ ലാൽജിയോടുള്ള അദ്ദേഹത്തിന്റെ കലാപ്രകടനത്തിനോടുള്ള കൃത്യമായ നന്ദി ഞങ്ങളുടെ കുടുംബത്തിന്റെ ആദരവും നന്ദി കടപ്പാട് ഈ അവസരം നടത്തി. അതേപോലെ തന്നെ ഇതോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഒന്ന് രണ്ട് കരോക്കി ഗാനങ്ങൾ കൂടി നമുക്കിവിടെ അവതരിപ്പിക്കാറുണ്ട്. നമ്മുടെ ലാൽജിക്ക് കുറച്ചു നേരമായി ഒരു റെസ്റ്റ് വേണം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം ഡോക്ടർ ശ്രീജിത്ത് ഇവിടെ നമുക്ക് വേണ്ടി ഒന്ന് രണ്ട് കരോക്കി ഗാനങ്ങൾ നമ്മുടെ കലാ ആസ്വാദകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മോടെ കല്യാണവുമായി ബന്ധപ്പെട്ട് റിസപ്ഷനുമായി ബന്ധപ്പെട്ട് ആശംസകൾ അർപ്പിക്കാൻ എത്തിയ കൂട്ടത്തിൽ ഡോക്ടർ ശ്രീജിത്തും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് മനോഹരമായ കരോക്കി ഗാനങ്ങൾ നിങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ശ്രീജിത്തിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ വനിതയായ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നമ്മ ടീച്ചറുടെ മോളെ വിവാഹ ആഘോഷ സൽക്കാരത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. നമുക്കറിയാം 50,000-55,000 ആളുകൾ വസിക്കുന്ന ഈ പഞ്ചായത്തിൽ നമ്മൾ വളരെ കുറച്ച് ആളുകളെ ഇതിൽ പങ്കെടുത്തിട്ടുള്ളൂ. എന്തായാലും എല്ലാവരും മനസ്സുകൊണ്ട് ടീച്ചറെ മോൾക്ക് വേണ്ടി വിവാഹാശംസകൾ അർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ മെമ്പർമാരെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി, പഞ്ചായത്ത് ഭരണസമിതിക്കും ജനങ്ങൾക്കൊക്കെ വേണ്ടി ഇവർക്ക് വിവാഹ മംഗള ആശംസകൾ അർപ്പിക്കുകയാണ്. ഒരു വലിയ നല്ല ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായി നല്ല രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഭക്ഷണമൊക്കെ വിളമ്പി വരുന്നവരെ നല്ല സന്തോഷത്തിലാക്കിയിട്ടാണ് ടീച്ചറും കുടുംബവും പിരിച്ചുവിട്ടിട്ടുള്ളത്. എന്തായാലും ഈ ഇന്ന് വിവാഹത്തിലേക്ക് പ്രവേശിച്ച വധുവരന്മാർക്ക് എല്ലാവിധ വിവാഹ മംഗളാശംസകളും നല്ലൊരു ഭാവിയും ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങിന് ഈ വേദി ഒരുക്കിയ ടീച്ചറും കുടുംബത്തിനും പ്രത്യേകം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. അപ്പൊ നമുക്ക് ഈ മ്യൂസിക് ഒക്കെ നമ്മൾ കേട്ടു കണ്ടു. അപ്പൊ ഇനി ആളൊന്ന് പരിചയപ്പെടാമല്ലോ. അപ്പൊ നമുക്ക് ഇത് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ എന്താ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ചേർത്തല ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരികയാണ്. ഇവിടെ കരുവാരക്കുണ്ടിൽ ഒരു വെഡിങ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം കിട്ടി. വളരെ സന്തോഷം. വളരെ നല്ല ആസ്വാദകരെ കിട്ടി, നല്ല കൈയടി കിട്ടി, നല്ല പ്രോത്സാഹനം കിട്ടി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്കൊരു ഹെൽപ്പറും കൂടി ഉണ്ട്, അദ്ദേഹത്തോടു കൂടി ഒന്ന് പറഞ്ഞാൽ. എന്റെ പേര് ഫാബിൻ. ഫാബിൻ. സ്ഥലം എവിടെ? സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ തന്നെ. എപ്പോഴും പോകാറുണ്ടോ? എപ്പോഴും ഞങ്ങള് ഒരുമിച്ച് പ്രോഗ്രാം പോകാറുള്ളത്.